എല്ലാവർക്കും KM TV വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 39 സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. ഇന്ന് നമ്മളെ പഠിക്കാൻ പോകുന്നത് ഇറ്റാക്കോഹൻ വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1 സ്റ്റെപ്പ് 20 52 ആൻഡ് 53 എക്സസൈസാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന യൂകട്ട് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് ചില അപ്ഡേറ്റുകൾ വന്നതുകൊണ്ട് നമുക്ക് ഈ കാലയളവിൽ വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ 52 എക്സസൈസിലേക്കാണ് ആദ്യം പോകുന്നത്. അതായത് നിങ്ങൾ കണ്ടു കാണും ലിറ്റിൽ ബ്രൗൺ ജഗ്. ഈ എക്സസൈസാണ് ഇന്ന് വായിക്കുന്നത്. ഇത് ജോയ്ഫുള്ളി ആയിട്ട് വായിക്കേണ്ടതാണ്. മേജർ സ്കെയില് ഡി മേജർ സ്കെയിലിലുള്ളതാണ് ഈ 3 ലൈനുള്ള സോങ്. ആദ്യത്തെ 8 ബീറ്റ്, അതായത് 2 ബാർ ഇതിനകത്ത് റെസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെവിട് ഭാഗം, അതായത് ഈ വണ്ണം കുറഞ്ഞ ഭാഗം വായിക്കുമ്പോൾ അത് വളരെ സൗണ്ട് കുറച്ചും സബ്സിക്വൻ്റ് സ്പീഡ് കൂട്ടി വായിക്കണം. അതുപോലെ ഓപ്പോസിറ്റിലും ചിലയിടത്ത് മാർക്ക് ഉണ്ടെങ്കിലും അതുപോലെ ചെയ്യണം. പിന്നെ അടി വരയിട്ട നോട്ടുകൾ ഹാഫ് നോട്ടാണ്. 2 നോട്ടുകളെ തമ്മിൽ ബീം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് നോട്ടാണ്. കറുത്ത ഹെഡ് ഉള്ളത് ഫുൾ നോട്ട്, വൈറ്റ് ഹെഡ് ഉള്ളത് 2 ബീറ്റ്. ഇത്രയും കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലിറ്റിൽ ബ്രൗൺ ജഗ് എന്നുള്ള എക്സസൈസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡി മേജർ സ്കെയിൽ, ആദ്യത്തെ 8 ബീറ്റ്, അതായത് 2 ബാർ റെസ്റ്റ്. അതിനുശേഷമാണ് ഇത് തുടങ്ങുന്നത് എഫിൽ നിന്നും. ഇത് 2 തവണയാണ് വായിക്കേണ്ടത്. ഇവിടെ നമ്മൾ 1 തവണ വായിച്ചുള്ളൂ. അപ്പം ഇപ്പൊ സ്ലോ ആയിട്ട് വായിച്ചത് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഏതാണ്ട് ഒരു ഒറിജിനൽ സ്പീഡിലൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ അതിന്റെ പതുക്കെ സ്പീഡ് കൂട്ടി വായിച്ചു പഠിക്കണം.
ഇപ്രകാരമാണ് ഈ സോങ് വായിക്കേണ്ടത്. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സോങ് 53, അതായത് ജർമ്മൻ ഫോക്ക് സോങ്, അതിലേക്ക് കടക്കാം. നമ്മൾ ഈ 53-യിലുള്ള എക്സസൈസ് ജർമ്മൻ ഫോക്ക് സോങ് ആണ്. ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് എ മേജറാണ്. നിങ്ങൾ കണ്ടു കാണും 3 ഷാർപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ അത് എ മേജർ സ്കെയിലാണ്. അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ എ മേജറിന്റെ മൈനർ സ്കെയിലായിരിക്കും. അതിപ്പം വിടുക. അപ്പോൾ ഇത് എ മേജർ സ്കെയിൽ തന്നെയാണ്. ആദ്യത്തെ 8 ബീറ്റ് റെസ്റ്റ് ഉണ്ട്, അതായത് 2 ബാർ. അത് കഴിഞ്ഞ് ഇത് തുടങ്ങുന്നു. മിക്ക നോട്ടുകളും ഇതിനകത്ത് ബീമുള്ള നോട്ടാണ്, അതായത് ഒരു ക്രോഷറ്റ് നോട്ടിന്റെ ഹാഫ് കേവർ നോട്ടുകളാണത്. അപ്പം ഇതും 2 തവണ വായിക്കണം. എൻഡിൽ 1 ബീറ്റ് റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് ആദ്യം തൊട്ട് വായിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഒരു ബീറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഒരു തവണ ഇപ്പൊ ഞാൻ വായിച്ചോളൂ. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് എങ്ങനെയാ വായിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 53rd എക്സസൈസ് ആയ ജർമ്മൻ ഫോക്ക് സോങ് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്നാമത്തെ ലൈനിലെ അവസാനം ഒരു ഹാഫ് ബീറ്റോടെ റെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഓർത്തോണം, എന്നിട്ട് വേണം വായിക്കാൻ. ഒരു എക്സസൈസ് വായിച്ച് പഠിക്കുന്നതിന് മുമ്പ് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്, അതായത് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നോട്ടുകള്, റെസ്റ്റുകള്, അതെല്ലാം നോക്കണം, എന്നിട്ടേ വായിക്കാം. അപ്പൊ നമുക്കിതൊന്നുകൂടെ വായിക്കാം. ഇങ്ങനെ വായിച്ച് നിർത്തണം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്പീഡിൽ വേണേലും ഇതിന് വായിക്കാം. അതായത് ഇങ്ങനെ വേണേലും വായിക്കാം. ഇങ്ങനെ വായിച്ചും പോവാം. സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യില. പക്ഷെ വായിക്കുന്നത് സ്ഫുടമായിരിക്കണം, നല്ല രീതിയിൽ വായിക്കാൻ നോക്കണം. അപ്പോൾ വായിക്കുക, ഇത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു എക്സസൈസുമായിട്ട് ഞാൻ വരുന്നിടം വരെ നിങ്ങളോടെല്ലാം തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം.